പ്രണയം. ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. പണ്ടൊക്കെ പ്രണയമെന്ന് പറയുന്നത് ശരീര സൗന്ദര്യത്തോടല്ല, അതൊരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആത്മാവുകൾ തമ്മിലുള്ള ഒരടുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് അത് നേരെ തിരിച്ചാണ്. പണ്ട് കവി പാടിയത് ഓർമ്മയില്ലേ? ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. അപ്പോൾ മാനസികമായ സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പ്രണയമായിരുന്നു. ഇനി അങ്ങനെ പ്രണയിച്ചവർ ചിലപ്പോൾ വിവാഹം കഴിക്കാതെ, പരസ്പരം വിവാഹം കഴിക്കാതെ മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നാൽ അപ്പോഴോ ഇന്നത്തെ പോലെ പരസ്പരം കുത്തി കൊല്ലുകയും കഷായം കുടിപ്പിക്കുകയും ഒക്കെയല്ല ചെയ്തിരുന്നത്. അവിടെയും കവി പാടിയിട്ടുണ്ട്. എന്താണ്? അലിഞ്ഞു ചേർന്ന നിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും ഇനിയും മംഗളം നേരുന്നു ഞാൻ. അവിടെയും മംഗളം നേരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്രണയം നല്ലൊരു വികാരം തന്നെയാണ്. പ്രണയിക്കണം, പക്ഷെ അത് സത്യസന്ധമായിരിക്കണം. അതുപോലെ തന്നെ ആ പ്രണയത്തിന് ഒരു ആത്മാവും ഉണ്ടായിരിക്കണം.